ആർക്കിടെക്ചറൽ ഡിസൈൻ സീരീസിൽ അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റൂൾസ് ആൻഡ് റെഗുലേഷൻ സ്റ്റഡി എന്നുള്ളൊരു പാർട്ടാണ്. നമ്മൾ ആൾറെഡി ഡിസ്കസ് ചെയ്ത സ്റ്റേജസിൽ ആ ഒരു ഡിസൈനിങ് ഫേസിലേക്ക് വേണ്ട ഒരുപാട് ഡാറ്റാസ് നമ്മൾ കളക്ട് ചെയ്തു. ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻറ്റ്സും നീഡ്സും കാര്യങ്ങളും നമ്മൾ സോർട്ട് ഔട്ട് ചെയ്തു. അതുപോലെ തന്നെ അവരുടെ സൈറ്റിനെ കണക്ട് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ പ്രോപ്പറായിട്ട് സ്റ്റഡി ചെയ്തു. ദെൻ ലൈവ് ആൻഡ് ലിറ്ററേച്ചർ കേസ് സ്റ്റഡീസും നമ്മൾ ചെയ്തു. അടുത്തതായിട്ട് നമുക്ക് ഇതിൽ ഒരു ഡിസൈനിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ലീഗലി വാലിഡിറ്റി ഉള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസും കൂടെ ഒന്ന് അനലൈസ് ചെയ്യേണ്ടതുണ്ട്. കാരണം നമുക്ക് ഒരു പ്രൊജക്റ്റ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഓരോ കൺട്രീസിലും അവിടെ ഡിഫൈൻ ചെയ്തിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാവും. അവിടുത്തെ ഗവൺമെൻറ് അതോറിറ്റി അതിൻ്റെ ബേസിൽ മാത്രമേ നമുക്ക് കൺസ്ട്രക്ഷൻ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്കൊരു പ്രൈവറ്റ് പ്ലോട്ടാണ്, ഒരു ക്ലയൻറ്റിൻ്റെ പ്ലോട്ടാണ്, അവിടെ നമുക്ക് ലാൻഡും കാര്യങ്ങളെല്ലാം ലീഗലി വാലിഡ് ആണ്, ക്ലയൻറ്റ് എല്ലാ തരത്തിലും ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ റെഡിയാണ് എന്നുണ്ടെങ്കിൽ കൂടെ ലീഗലി നമുക്ക് അവിടെ നിലനിൽക്കുന്ന റൂൾസും റെഗുലേഷൻസും നോക്കിയിട്ട് മാത്രമേ ഒരു പ്രൊജക്റ്റിൻ്റെ ഡിസൈനിങ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ നമ്മൾ റൂൾസും റെഗുലേഷൻസും എന്തൊക്കെയാണ് എന്നുള്ളത് മാത്രമാണ് ചെക്ക് ചെയ്യുന്നത്. റൂൾസ് ആൻഡ് റെഗുലേഷൻ സ്റ്റഡി ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ സെപ്പറേറ്റ് ഒരു വീഡിയോയിൽ പിന്നീട് ഡിസ്കസ് ചെയ്യുന്നതാണ്. സോ ഇനീഷ്യലി നമ്മൾ പറയുന്ന സമയത്ത് റൂൾസ് ആൻഡ് റെഗുലേഷൻ സ്റ്റഡി ഇൻ ആർക്കിടെക്ചർ ഇൻവോൾവ്സ് റിസർച്ചിങ് ആൻഡ് അനലൈസിങ് ദ വേരിയസ് ലോസ്, കോഡ്സ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് ദാറ്റ് ഗവേൺ ബിൽഡിംഗ് ഡിസൈൻ ആൻഡ് കൺസ്ട്രക്ഷൻ. നമ്മുടെ ബിൽഡിംഗ് ഡിസൈനിനെയും കൺസ്ട്രക്ഷനെയും ഗവേൺ ചെയ്യുന്ന റൂൾസ് അല്ലെങ്കിൽ കോഡ്സ്, തരത്തിലുള്ള സ്റ്റാൻഡേർഡ്സ് അതെന്തൊക്കെയാണ് എന്നുള്ളത് അനലൈസ് ചെയ്യുന്ന മനസ്സിലാക്കുന്ന ഒരു പ്രൊസീജിയറാണ് ബേസിക്കലി നമ്മൾ റൂൾസ് ആൻഡ് റെഗുലേഷൻ സ്റ്റഡി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളൊരു ഇന്ത്യ എന്ന് പറയുന്നൊരു കൺട്രി എക്സാമ്പിളായിട്ട് എടുക്കുകയാണെങ്കിൽ തന്നെ നാഷണൽ അതുപോലെ തന്നെ സ്റ്റേറ്റ് ലെവൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അവിടെ ഉണ്ടായിരിക്കും. അതിൽ എന്തൊക്കെയാണോ പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ ബേസിൽ മാത്രമേ നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റുള്ളൂ. സോ പ്രാക്ടിക്കൽ എക്സിക്യൂഷൻ്റെ സമയത്ത് പ്രോപ്പറായിട്ട് ഈ ഒരു റൂൾസും അതിൻ്റെ എക്സിക്യൂഷൻ ഏത് രീതിയിലാണ് എന്നുള്ളൊരു അവയർനെസ്സും കൂടെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ഡിസൈനിങ് ഫേസിൽ തന്നെ. കാരണം റൂൾസും റെഗുലേഷൻസും എന്താണെന്നുള്ളത് മനസ്സിലാക്കാതെ നമ്മൾ പ്രൊജക്റ്റിൻ്റെ ഡിസൈൻസും മെഷർമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു നെക്സ്റ്റ് പാർട്ടിൽ സ്റ്റാറ്റ്യൂട്ടറി അപ്രൂവൽ അല്ലെങ്കിൽ പെർമിഷൻ അത്തരത്തിലുള്ള പാർട്ടൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ലീഗലി ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പ്രോപ്പർ റൂൾ പ്രകാരമല്ല നമ്മൾ കൺസ്ട്രക്ഷനും കാര്യങ്ങളും ചെയ്തത് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി സ്ട്രക്ചർ ഡിമോളിഷ് ചെയ്യുന്ന പൊളിച്ചൊഴിവാക്കുന്ന സിറ്റുവേഷൻസൊക്കെ നിങ്ങൾ പല ഏരിയാസിലും ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ലീഗൽ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് പ്രൊജക്റ്റ് റൂൾ പ്രകാരം ആക്കുക എന്നുള്ളതൊരു ഡിസൈനറെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ അതിലുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. ഇന്ത്യയിലെ കേസ് പറയുകയാണെങ്കിൽ നാഷണൽ ബിൽഡിംഗ് കോഡ് എന്ന് പറയുന്ന NBC എന്ന് പറയുന്ന കോഡ് ബുക്കിലാണ് ഓൾ ഓവർ ഇന്ത്യയിലേക്ക് വേണ്ടിയിട്ടുള്ള കൺസ്ട്രക്ഷനെ ബേസ് ചെയ്തിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് പ്രാക്ടിക്കലി നമ്മുടെ എല്ലാ സ്റ്റേറ്റ്സിലും ഒരേ രീതിയിൽ ഫോളോ ചെയ്യുക എന്നുള്ളതിന് പല ബുദ്ധിമുട്ടുകളും ഉണ്ട്. അവിടുത്തെ ജോഗ്രഫി, അത്തരത്തിലുള്ള ക്ലൈമാറ്റിക് കണ്ടീഷൻസ്, ഇതിൻ്റെ എല്ലാം ബേസിൽ നമുക്ക് എല്ലാ സ്ഥലത്തും ഒരേ മെത്തേഡ്സ് അല്ലെങ്കിൽ ഒരേ റൂൾസ് ഫോളോ ചെയ്യുക എന്നുള്ളത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. അതുകൊണ്ട് എല്ലാ സ്റ്റേറ്റ്സിനും സെപ്പറേറ്റ് കോഡ് ബുക്സ് അല്ലെങ്കിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ കേരളത്തിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കോഡ് റൂൾസിനെ നമുക്ക് കേരള ബിൽഡിംഗ് റൂൾസ് എന്ന് പറയാം. 2 കോഡ് ബുക്സാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്, KMBRും KPBRും. KMBR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരള മുനിസിപ്പാലിറ്റി ബിൽഡിംഗ് റൂൾസും KPBR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരള പഞ്ചായത്ത് ബിൽഡിംഗ് റൂൾസുമാണ്. വലിയ ഡിഫറൻസോ കാര്യങ്ങളൊന്നുമില്ല. പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും കമ്പയർ ചെയ്യുമ്പോൾ പഞ്ചായത്തിൽ ചില റൂൾസിലും റെഗുലേഷൻസിലൊക്കെ ചില റിലാക്സേഷൻസ് ഉണ്ടാകും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മുനിസിപ്പാലിറ്റീസിലും കോർപ്പറേഷനിലും ഒക്കെ നമ്മൾ ഫോളോ ചെയ്യുന്നത് KMBR എന്ന് പറയുന്ന കോഡ് ബുക്കിലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ്. ബേസിക്കലി ഈ ഒരു KMBR എന്ന് പറയുന്ന കോഡ് ബുക്കിലുള്ള റൂൾസും കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അതുപ്രകാരം തന്നെ നമുക്കൊരു പ്രൊജക്റ്റ് പഞ്ചായത്തിലാണെങ്കിലും കോർപ്പറേഷനിലാണെങ്കിലും മുനിസിപ്പാലിറ്റിയിലാണെങ്കിലും ഒക്കെ അതിൻ്റെ ഡിസൈനിങ് ഫേസിൽ കാര്യങ്ങൾ മൂവ് ചെയ്യാൻ പറ്റും. ഈ കോഡ് ബുക്സ് NBC ആണെങ്കിലും KMBR ആണെങ്കിലും KPBR ആണെങ്കിലും ഒക്കെ നമുക്ക് ഓൺലൈനിൽ PDF ആയിട്ടൊക്കെ അവൈലബിൾ ആണ്. അതിൻ്റെ റെഗുലർ പുതുക്കിയ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആയിരുന്ന സമയത്ത് അതിൽ വരുന്ന പുതിയ മാറ്റങ്ങൾ എന്താണെന്നുള്ളതും കൂടെ നമ്മളൊന്ന് ക്രോസ് ചെക്ക് ചെയ്താൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ എന്തൊക്കെയാണ് ഈ ഒരു കോഡ് ബുക്കിൽ നിന്ന് ഒരു പ്രൊജക്റ്റിൻ്റെ ഡിസൈനിങ് ഫേസിന് മുൻപായിട്ട് കണ്ടെത്തേണ്ടത് അല്ലെങ്കിൽ നോട്ട് ഡൗൺ ചെയ്യേണ്ടത് എന്നുള്ളത് മാത്രമാണ്. അതെങ്ങനെയാണ് എന്തൊക്കെയാണ് ഡീറ്റെയിൽസ് എന്നുള്ളത് നമ്മൾ സെപ്പറേറ്റ്ലി പിന്നീട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ മേജർ റൂൾസ് ടു ബി അനലൈസ്ഡ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊരു പ്രൊജക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ റൂൾ പ്രകാരം അത് ഏത് കാറ്റഗറി ഓഫ് ബിൽഡിങ്ങിലാണ് വരിക എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ക്ലാസിഫിക്കേഷൻ ABCD എന്ന് പറഞ്ഞ് J വരെ ക്ലാസിഫിക്കേഷൻസ് നമ്മൾ KMBR അല്ലെങ്കിൽ NBCയിൽ ബിൽഡിങ്സിന് കൊടുത്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ റെസിഡൻഷ്യൽ
റെസിഡൻഷ്യൽ ബിൽഡിംഗ് എ എന്ന് പറയുന്ന കാറ്റഗറിയിലാണ്. നമ്മുടെ കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് എഫ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലാണ് വരിക. എഡ്യൂക്കേഷണൽ ബിൽഡിങ്സ് കാറ്റഗറി ബിയിലാണ് വരിക. അപ്പോൾ അങ്ങനെ ഏത് ക്ലാസിഫിക്കേഷനിലാണ് ബിൽഡിംഗ് വരിക എന്നുള്ളത് ഇനീഷ്യലി മനസ്സിലാക്കണം. കാരണം ആ ഒരു ക്ലാസിഫിക്കേഷൻ്റെ ബേസിലാണ് മറ്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. സെക്കൻഡ്ലി നമ്മൾ കണ്ടെത്തേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് ബാക്ക് ഡിസ്റ്റൻസ് എന്നാണ്. നമ്മുടെ പ്ലോട്ടിൻ്റെ ബൗണ്ടറിയിൽ നിന്ന് നമ്മുടെ ബിൽഡിങ്ങിലേക്ക് നമ്മൾ മിനിമം വിടേണ്ട ഡിസ്റ്റൻസിനാണ് സെറ്റ് ബാക്ക് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ആൾറെഡി അറിയുന്ന കാര്യങ്ങളായിരിക്കും. നമ്മൾ റെസിഡൻഷ്യൽ പ്രൊജക്റ്റാണ്, നമ്മളൊരു മുനിസിപ്പൽ അല്ലെങ്കിൽ പഞ്ചായത്ത് റോഡൊക്കെ ആണെങ്കിൽ ഫ്രണ്ടിൽ 3 മീറ്ററും സൈഡ്സിൽ 1 മീറ്ററും ബാക്കിൽ 1.5 മീറ്ററും വിടണം എന്നുള്ളതൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. അത്തരത്തിൽ ബൗണ്ടറിയിൽ നിന്നും വിടേണ്ട മിനിമം ഡിസ്റ്റൻസിനെയാണ് സെറ്റ് ബാക്ക് ഡിസ്റ്റൻസസ് എന്ന് പറയുന്നത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ഓരോ ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് ഡിഫറൻസസ് ഉണ്ടായിരിക്കും. അപ്പോൾ അത് പ്രോപ്പറായിട്ട് കോഡ് ബുക്ക് നോക്കിയിട്ട് നമ്മളെ പ്രൊജക്റ്റ് ഏതാണെന്നുള്ളത് മനസ്സിലാക്കി നോട്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഇനീഷ്യലി ചെയ്യാനുള്ളത്. അതുപോലെ തന്നെ അതിന് കണ്ടിന്യൂഷനായിട്ട് ഏരിയ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്ന 2 വാല്യൂസ് നമ്മൾ നോട്ട് ഡൗൺ ചെയ്യാനുണ്ടാവും. FSI എന്ന് പറയുന്ന ഫ്ലോർ സ്പേസ് ഇൻഡെക്സും കവറേജും, ഇത് രണ്ടും നമ്മൾ സ്റ്റാൻഡേർഡ് വാല്യൂസ് അല്ലെങ്കിൽ ലിമിറ്റ് കോഡ് ബുക്കിലുണ്ടായിരിക്കും. അത് നോട്ട് ചെയ്യുക. നമ്മളൊരു പ്ലാൻ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് അത് ക്രോസ് ചെക്ക് ചെയ്യുക എന്നുള്ളൊരു പ്രൊസീജിയറാണ് അവിടെ ഫോളോ ചെയ്യാനുള്ളത്. ദെൻ അതിനുശേഷം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് കണ്ടെത്താനുള്ളൊരു കാൽക്കുലേഷനാണ് പാർക്കിംഗ് കാൽക്കുലേഷൻ. നമ്മൾ ഒരു മാളിലൊക്കെ പോകുന്ന സമയത്ത് അവിടുത്തെ ബേസ്മെൻറ്റ് പാർക്കിങ്ങിലൊക്കെ കാർ പാർക്കിംഗ് മാർക്ക് ചെയ്ത് നമ്പർ ഇട്ട് കണ്ടിട്ടുണ്ടായിരിക്കും. അത്തരത്തിലൊരു പ്രൊജക്റ്റിൻ്റെ ഏരിയ ബേസിൽ അവിടെ എത്ര കാർ പാർക്കിംഗ് വേണം, അത് ബേസ് ചെയ്തിട്ട് എത്ര 2 വീലർ പാർക്കിംഗ് വേണം, ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള സ്പേസ് എത്ര കൊടുക്കണം, അതുപോലെ തന്നെ ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് സ്പേസ് എത്ര കൊടുക്കണം, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കണ്ടെത്തുന്നത് പാർക്കിംഗ് കാൽക്കുലേഷൻ എന്ന് പറയുന്നൊരു പാർട്ടിലാണ്. അത് നമ്മുടെ KMBR പോലുള്ള കോഡ് ബുക്കിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ കാണിച്ചിട്ടുണ്ടായിരിക്കും. അത് നോട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ പഠിക്കണം. അതുപോലെ തന്നെ വരുന്ന മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടാണ് സാനിറ്റേഷൻ കാൽക്കുലേഷൻ. നമ്മുടെ ബിൽഡിങ്ങിലുള്ള ടോയ്ലറ്റ്സ് അല്ലെങ്കിൽ വാഷ്റൂംസ്, വാഷ് ബേസിൻസ്, ഇതെല്ലാം നമ്മൾ കൊടുക്കുന്നത് ഏരിയ കാൽക്കുലേഷനും അതുപോലെ തന്നെ അവിടുത്തെ ഒരു ഒക്യുപ്പൻറ്റ് കാൽക്കുലേഷനും, എത്രത്തോളം ആളുകൾ അവിടെ വരുന്നുണ്ട് എന്നുള്ളൊരു കാൽക്കുലേഷൻ വെച്ചിട്ടാണ്. ഇതും കോഡ് ബുക്കിൽ ഡീറ്റെയിൽഡ് ആയിട്ട് കാൽക്കുലേഷൻസും കാര്യങ്ങളും കാണിച്ചിട്ടുണ്ട്. നമ്മൾ അതിൽ ടോട്ടൽ എത്ര ആളുകൾ വരും എന്നുള്ളത് കണ്ടെത്തും. അതിനുശേഷം അതിൽ എത്ര ജെൻസ്, ലേഡീസ് എന്ന് കണ്ടെത്തും. ദെൻ ജെൻസിന് എത്ര ടോയ്ലറ്റ്, ലേഡീസിന് എത്ര ടോയ്ലറ്റ് എന്നുള്ളൊരു മെത്തേഡിലാണ് നമ്മൾ ഈ ഒരു കാൽക്കുലേഷൻസും കാര്യങ്ങളും ചെയ്യുന്നത്. അതിനാണ് സാനിറ്റേഷൻ കാൽക്കുലേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് ഫയർ സേഫ്റ്റി റൂൾസ് എന്ന് പറയുന്നത്. ബിൽഡിംഗ് സർവീസിൽ ഫയർ സേഫ്റ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹൈ റൈസ് ബിൽഡിങ്ങിലെല്ലാം നമ്മൾ ഫയർ സേഫ്റ്റീൻ്റെ കംപ്ലീറ്റ് ഇൻസ്റ്റാളേഷൻസും ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. അതിന് വേണ്ടിയിട്ടുള്ള NOC അപ്രൂവലും കാര്യങ്ങളൊക്കെ നമുക്ക് സെപ്പറേറ്റ്ലി എടുക്കാനുണ്ടായിരിക്കും. അപ്പോൾ അത്തരത്തിലൊരു ബിൽഡിംഗ് ചെയ്യുമ്പോൾ അതിൽ എന്തൊക്കെയാണ് ഫയർ സേഫ്റ്റീൻ്റെ പാർട്ടിൽ ചെയ്യേണ്ടത് എന്നുള്ളതും കൂടെ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇനീഷ്യൽ ടൈമിൽ തന്നെ നോട്ട് ചെയ്യണം. അത് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് സെപ്പറേറ്റ് കൺസൾട്ടൻറ്റിനെ ഫയർ സേഫ്റ്റി എക്സിക്യൂഷനും ഡിസൈനിങ്ങിനും വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഇതിൻ്റെ ഒരു കാര്യം പറയുന്ന സമയത്ത് നമ്മുടെ കേരള ബിൽഡിംഗ് റൂൾസ് ബുക്കിലല്ല ഈ ഒരു ഫയർ സേഫ്റ്റിയുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അനാലിസിസ് ഉണ്ടായിരിക്കുക. NBCയിൽ ചാപ്റ്റർ നമ്പർ 4 ഫയർ സേഫ്റ്റി എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് ചാപ്റ്റർ ഉണ്ട്. അതിലാണ് നമുക്കൊരു ബിൽഡിങ്ങിൽ എന്തൊക്കെ ഫയർ ഫൈറ്റിംഗ് മെഷർമെൻറ്റ്സ് ആണ്, പ്രാക്ടീസസ് ആണ് ഫോളോ ചെയ്യേണ്ടത് എന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവുക. സോ ഒരു ഇനീഷ്യൽ അവയർനെസ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഡിസൈനേഴ്സ് ഈ ഒരു പാർട്ട് നോട്ട് ഡൗൺ ചെയ്യേണ്ടത്. അതിൻ്റെ പ്രാക്ടിക്കൽ എക്സിക്യൂഷൻ പാർട്ടിലേക്ക് നമുക്കൊരു ഫയർ സേഫ്റ്റി കൺസൾട്ടൻറ്റിനെ കൂടെ അസോസിയേറ്റ് ചെയ്യാവുന്നതാണ്. ആൻഡ് അതുപോലെ തന്നെ നോംസ് ഫോർ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ബിൽഡിങ്ങിൽ നമ്മൾ കൊടുക്കേണ്ട ചില കൺസിഡറേഷൻസും പ്രാക്ടീസസും ഉണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മൾ ബിൽഡിങ്ങിൻ്റെയൊക്കെയുള്ള ആക്സസിൽ റാമ്പ് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഹാൻഡിക്യാപ്ഡിന് സെപ്പറേറ്റ്ലി അലോട്ട് ചെയ്ത ടോയ്ലറ്റ്സ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. അത്തരത്തിൽ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ട കൺസിഡറേഷൻസ് കൂടെ നമ്മൾ റൂൾ ബുക്കിൽ നിന്നും ഇനീഷ്യൽ ടൈമിൽ തന്നെ കണ്ട് നോട്ട് ചെയ്യേണ്ടതുണ്ട്. ആൻഡ് മറ്റൊരു പാർട്ട് എന്ന് പറയുന്നത് CRZ നോംസ് ആണ്, കോസ്റ്റൽ റെഗുലേഷൻ സോൺ. നമ്മൾ തീരദേശത്ത് കടലിനോട് ചേർന്നുള്ള ഏരിയാസിലൊക്കെ കൺസ്ട്രക്ഷൻ ചെയ്യുമ്പോൾ ഈ KMBRനും KPBRനും NBCക്കും പുറമെ CRZ നോംസ് എന്ന് പറയുന്ന സെപ്പറേറ്റ് ഒരു കോഡ് ബുക്കും കൂടെ റെഫർ ചെയ്ത് അതിൽ പറയുന്ന കാര്യങ്ങളും കൂടെ ഫോളോ ചെയ്യുക എന്നുള്ളതുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഗവൺമെൻറ് അപ്രൂവ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഓതറൈസ് ചെയ്തിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മൾ ഇനീഷ്യലി ഒരു പ്രൊജക്റ്റിൻ്റെ ഡിസൈനിങ് ഫേസിന് മുൻപായിട്ട് നോട്ട് ചെയ്യേണ്ടത്. കാരണം ഈ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വരിക, എന്തൊക്കെയാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമേ ഒരു പ്രൊജക്റ്റിൻ്റെ ഡിസൈനിങ് ഫേസിൽ, അതിൻ്റെ പ്ലാനിങ് സ്റ്റേജിലാണെങ്കിലും അതിൻ്റെ ഒരു 3D ഡെവലപ്മെൻറ്റിലാണെങ്കിലൊക്കെ നമുക്ക് ഈ ഒരു കൺസിഡറേഷൻസ് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ലീഗലി വാലിഡ് അല്ലാത്ത രീതിയിലുള്ള എന്തെങ്കിലും കൺസ്ട്രക്ഷൻസോ ആക്ടിവിറ്റീസോ നമ്മുടെ സൈറ്റിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അത് പൊളിച്ചൊഴിവാക്കുന്ന ലെവലിലേക്കും വലിയ ഹ്യൂജ് ഫൈനുകളൊക്കെ വരുന്ന രീതിയിലേക്കൊക്കെ അതിന് എൻഡ് റിസൾട്ട്സ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ലീഗലി വാലിഡ് അല്ലാത്തൊരു പ്രൊജക്റ്റ് നമുക്ക് നമ്മുടെ റൂൾസും കാര്യങ്ങളും അല്ലെങ്കിൽ ലോയും വെച്ചിട്ട് ഇവിടെ എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു പ്രൊജക്റ്റിൻ്റെ ഡാറ്റ കളക്ഷൻ അല്ലെങ്കിൽ ഈ ഒരു ഇനീഷ്യൽ സ്റ്റഡി പാർട്ടിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്തൊക്കെയാണെന്നുള്ളതും അത് നീ പറയുന്ന കാര്യങ്ങൾ ഓരോന്നും എന്തൊക്കെ രീതിയിലാണ്, ഏതൊക്കെയാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസിഡറേഷൻസ് ഒന്നും നോട്ട് ചെയ്യുക എന്നുള്ളതും ഒരു ഡിസൈനിങ്
പ്രൊഫഷണലിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ട് തന്നെയാണ്. അതാണ് നമ്മൾ ഈ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻ സ്റ്റഡിയിലൂടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ചാപ്റ്റർ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഡിസൈൻ ബ്രീഫിംഗ് ആയിരിക്കും.